ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് ലാക്ക് ചെയ്തിരുന്നു. ഐ ഫെൽറ്റ് ലൈക്ക് എ ഡെഡ് ആക്ടർ. പക്ഷെ അന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല പ്രേം നസീറിനെ പോലും സിനിമയിൽ അഭിനയിച്ചാലോ എന്നുള്ളത്. അന്ന് പോലും തോന്നിയിട്ടില്ല. പെട്ടെന്ന് ഒരാൾ രണ്ടുപേര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാട്ട് പാടുക, അങ്ങനെ ജീവിതത്തിൽ ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടാവുമോ? ഉണ്ടായിട്ടുണ്ട്. എപ്പോഴെങ്കിലും നമുക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്ന ഒരാളെ കൂട്ടി നമ്മൾ എറണാകുളത്തെ പാർക്കിൽ പോയിട്ട് ഡെങ്ങുള്ള പാട്ട് പാടും? ഇല്ല. ഞാൻ നാടകത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, നാടകം മാത്രം ഇഷ്ടപ്പെടുന്ന ആളാണ്, സിനിമ ഇഷ്ടപ്പെടാത്ത ആൾ. സിനിമ ഇഷ്ടമാണല്ലോ, സിനിമ നടനാവുക എന്നുള്ളത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്താണ് പറയൂ മോളെ, നിനക്ക് എന്ത് പറ്റി? ഐ വാസ് സോ ലക്കി ഇൻ ഗെറ്റിംഗ് ഗുഡ് ടീച്ചേഴ്സ്. നല്ല ഗുരുക്കന്മാരാണ് എനിക്ക് കിട്ടിയവരെല്ലാവരും. അതിലെ ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ടത് ലീല ചേച്ചി തന്നെയാണ്. റിയൽ ലൈഫ് മെമ്മറീസിൽ ഇന്ന് നമുക്കൊപ്പം ആക്ടർ മുരളി മേനോൻ അദ്ദേഹമാണ്. ആക്ടർ എന്ന് പറയാലോ? തീർച്ചയായിട്ടും ആക്ടർ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. നാടകം, അതാണ് ആക്ടർ എന്ന് പറയുന്നത്. നടൻ എന്ന് പറയുന്ന സമയത്ത് ഞാൻ പുരുഷനായതുകൊണ്ടാണ് നടൻ എന്ന് പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ നടിയെന്നും പറയാം. നടൻ എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം, നമ്മുടെ ആളുകൾ ഉടനെ റിലേറ്റ് ചെയ്യുക ഇയാളെ സിനിമയിൽ അഭിനയിച്ച് എന്നുള്ളതായിരിക്കും. ഞാൻ സിനിമ നടനല്ല. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ഞാൻ സിനിമ നടനല്ല. ഞാനൊരു ഔട്ട് ആൻഡ് ഔട്ട് തിയേറ്റർ ആക്ടറാണ്, നാടക നടനാണ്. ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ്. എൻ്റെ ചോദ്യം അത് തന്നെയായിരുന്നു. ഒരു സിനിമാക്കാരൻ എന്നതിനേക്കാൾ നാടകക്കാരൻ എന്ന് പറയാൻ അഭിമാനിക്കുന്ന ഒരാളാണ്. അതിനപ്പുറത്തേക്ക് പഠിച്ചത് നാടകമാണ്, പ്രണയിച്ചത് നാടകത്തെയാണ്. ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മരിക്കുമ്പോഴും എനിക്കൊരു നാടകക്കാരനായിട്ട് അറിഞ്ഞ്. തീർച്ചയായിട്ടും. എവിടെ മുതലാണ് ആ ഒരു ബന്ധം, നാടകമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്? നാടകമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏതാണ്ട് ഒരു 12 വയസ്സിൽ ആണ്. അപ്പൊ അത് 60s-ലായിരിക്കില്ലേ? early 70s. എനിക്ക് തോന്നുന്നത് ഇപ്പം അടുത്ത് ഒരാളെന്നോട് ചോദിച്ചു എങ്ങനെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മയിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ 64 64 ഏതാണ്ട് എനിക്കൊരു 4 വയസ്സൊക്കെ പ്രായമുള്ളൂ. അന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു നാടകം കാണുന്നത്. ആ നാടകം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആ നാടകത്തിലെ മുഖ്യ കഥാപാത്രം ചെയ്തത് എൻ്റെ അമ്മയായിരുന്നു. അമ്മ നാടക നടിയൊന്നുമല്ല കേട്ടോ. അമ്മ കോഴിക്കോട് ടെലിഫോൺ എക്സ്ചേഞ്ചിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഈ 64 കോഴിക്കോട് ടെലിഫോൺ എക്സ്ചേഞ്ചിലെ റിക്രിയേഷൻ ക്ലബ്ബ് ചെയ്തൊരു നാടകം ഉണ്ടായിരുന്നു. ആ നാടകമാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ആ നാടകമാണ് എന്നെ നടനാക്കിയതെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, ബട്ട് ഇറ്റ് മൈറ്റ് ഹാവ് ഇൻസ്പയർഡ് മീ. ആ നാടകത്തിൽ അമ്മയ്ക്കാണെങ്കിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടുന്നത്. അമ്മ പറയുന്ന ഡയലോഗ്, അതിൽ ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ളൊരു ഡയലോഗ്, ഹായ് എന്താ അത്, അയിത്തോല്ല ശുദ്ധമില്ല, അവിടെയും ഇവിടെയൊക്കെ പോയി അവരെയും ഇവരെയൊക്കെ തൊട്ട് കയറി വരിക, കൈയും കഴുകില്ല കാലും കഴുകില്ല. ഈ ഡയലോഗ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതൊരു അൺടച്ചബിലിറ്റി, അന്നത്തെ ഒരു തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ഉള്ള അതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ളൊരു നാടകമായിരുന്നു അന്നത്തെ കാലത്ത്. അതെ ചെയ്തിരുന്നത്. അപ്പം അതിൽ അമ്മ ചെയ്തിരുന്നത് ഒരു വയസ്സായ ഒരു പഴയ ഇതിലൊക്കെ വിശ്വസിക്കുന്ന ഒരു അമ്മൂമ്മയായിട്ടാണ് അതിൽ അമ്മ അഭിനയിച്ചത്. അമ്മയ്ക്കാണ് നല്ല നടിക്കുള്ള ഇത് കിട്ടിയത്, സമ്മാനം കിട്ടിയത്. സോ പ്രോബബ്ലി ഞാൻ കണ്ട ആ നാടകമായിരിക്കണം ഒരു പക്ഷേ എന്നെ ഇൻസ്പയർ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് ഞാൻ പറഞ്ഞ ഒരു 12ാമത്തെ വയസ്സിലൊക്കെയാണ് നാടകം അഭിനയിക്കാൻ തുടങ്ങുന്നത്. പക്ഷേ അതിനു മുമ്പ് ഏതാണ്ട് ഒരു 8 വയസ്സുള്ളപ്പോൾ നാടകത്തിലേക്ക് ഞാനൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. 8 വയസ്സുള്ളപ്പോൾ. അപ്പം ഇത് 4 വയസ്സാണ്, മറ്റത് 8 വയസ്സ്. 8 വയസ്സുള്ളപ്പോൾ അന്ന് ഞാൻ ഹൈസ്കൂൾ പഠിച്ചത് സെൻറ്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളിലാണ് കോഴിക്കോട്. 4ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് കോഴിക്കോട് ഗണപത് ബോയ്സ് ഹൈസ്കൂൾ പ്രീ പ്രൈമറി സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഈ 4ാം ക്ലാസ്സിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു ഓണം വെക്കേഷൻ വരികയാണ്. ഈ ഓണം വെക്കേഷൻ വരുന്ന സമയത്ത് എൻ്റെ ഹെഡ് മിസ്ട്രസ് മാധവിക്കുട്ടി ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് പറയുകയാണ്, ഇത്തവണ നിങ്ങൾ വെക്കേഷന് പോയി വരുമ്പോൾ
ഒരു നാടകം കൊണ്ടുവരണം. കാരണം നമ്മൾ അന്ന് ശിശുലോകം പരിപാടി ഉണ്ട്, അന്ന് റേഡിയോയേ ഉള്ളൂ എന്ന്. ശിശുലോകവും ബാലലോകവും ഒക്കെ ശിശുലോകമേ ഉള്ളൂ എന്ന്, അതായത് റേഡിയോ സ്റ്റേഷനിലാണ് നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ അടുത്ത ഒക്ടോബറിലോ മറ്റോ ഉള്ള ശിശുലോകത്തിലേക്ക് നമ്മുടെ സ്കൂളാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ സീനിയർ ബാച്ച് ഞങ്ങളാണ് 4ാം ക്ലാസ് വരെ. അപ്പോൾ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നാടകം കിട്ടുമോ നോക്കണം, കുട്ടികൾക്ക് പറ്റുന്ന ഒരു നാടകം, എന്നിട്ട് അത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഓണം വെക്കേഷനാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ നാട് തിരൂരാണ്, തൃക്കണ്ടിയൂർ എന്ന് പറയും. അപ്പോൾ ഈ 10 ദിവസം വെക്കേഷൻ നമ്മൾ ഓണം അവിടെ അടിച്ചു പൊളിക്കുക. തറവാട്ടിലെ അമ്മയുടെ താഴെ ഒരുപാട് 8 കുട്ടികളാണ്, അമ്മയാണ് ഏറ്റവും മൂത്തത്. അപ്പോൾ താഴെ ഒരുപാട് പിള്ളേരുണ്ട്. അങ്ങനെ അടിച്ചു പൊളിക്കുന്ന ഒരു സമയമാണ് ഓണം വെക്കേഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷെ ആ ഓണം വെക്കേഷന് ഞാൻ അടിച്ചു പൊളിക്കുന്നതിന് പകരം 1968 തോന്നുന്നു എനിക്ക്, ഞാൻ അടിച്ചു പൊളിക്കുന്നതിന് പകരം വീടിൻ്റെ തറവാടാണ്, തട്ടുമ്പുറുണ്ട്, ഒരുപാട് സാധനങ്ങളൊക്കെ വാരി വലിച്ചിട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ തട്ടുമ്പുറം എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ കളിക്കുന്ന സമയത്ത് ഞാൻ ഈ തട്ടുമ്പുറത്ത് കയറിയിട്ട് അവിടെയുള്ള പെട്ടികളൊക്കെ തുറന്ന്, 8 വയസ്സായിട്ടേ ഉള്ളൂ, നാടകം തപ്പുകയാണ്. ഉണ്ടാവില്ലോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അവിടെയുള്ള പല ബുക്സും എടുത്ത് നോക്കി 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 ഒരു 2-3 ദിവസം ഞാൻ അങ്ങനെ ചിലവഴിച്ചു. അങ്ങനെ എനിക്ക് എൻ്റെ അമ്മാമൻ പഠിച്ച ഒരു പുസ്തകം കിട്ടുകയാണ്. ആ പുസ്തകത്തിനകത്തൊരു നാടകമുണ്ട്. ഇത് ഞാൻ കണ്ടെടുക്കണം. ഭയങ്കര സന്തോഷമായി എനിക്ക് തോന്നുന്നു. ആ നാടകത്തിലെ മെയിൻ കഥാപാത്രത്തിൻ്റെ ഒരു ബാലൻ എന്നെത്തിയ കുട്ടികളുടെ നാടകം തന്നെയാണത്. അങ്ങനെ ഈ പുസ്തകം കിട്ടി, ഭയങ്കര സന്തോഷമായി. ഓണം വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറന്നു. അപ്പം നമ്മളിത് കയ്യിൽ വെച്ചിരിക്കുകയാണ്. മാധവിക്കുട്ടി ടീച്ചർ വന്നു. അപ്പം ആരെങ്കിലും നാടകം കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെ ടീച്ചർ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് കൊണ്ടൊക്കെ നോക്കുന്നത്, കാരണം എൻ്റെ കയ്യിൽ സാധനം ഉണ്ടല്ലോ, സാധനം കയ്യിലുണ്ട് എന്നുള്ളത്. അങ്ങനെ ആരും കൈപൊക്കുന്നില്ല. ഞാൻ കൈപൊക്കി, എൻ്റെ കയ്യിൽ നാടകം. അതെ, അങ്ങനെ ഈ നാടകം കൊടുക്കുന്നു. അപ്പം എൻ്റെ മനസ്സിൽ ഈ ബാലൻ എന്നുള്ള കഥാപാത്രം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഞാനായിരിക്കുമല്ലോ, ഞാനല്ലേ നാടകം കൊടുത്തത്. അപ്പം അങ്ങനെ ഞാൻ ഇത് കൊടുത്തു. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ടീച്ചർ കൊണ്ടുപോയി നമ്മളോട് കൺഗ്രാജുലേഷൻസൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ നാടകം കൊണ്ടുപോയി. പിന്നെ വെയിറ്റിംഗ് ആണ്, ഇതിൻ്റെ ഒരു കാസ്റ്റിംഗ് വരുമല്ലോ, ആ കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു ചെറിയ വേറെ കഥയും കൂടി ഉണ്ട്. അതും കൂടി ഒന്ന് പറഞ്ഞാലേ ഇതിലേക്ക് കണക്റ്റഡ് ആവുള്ളൂ. അതും നാടകമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ്. ഞാൻ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും കണക്കിലും മിടുക്കനായിരുന്നു. കണക്കിൽ എപ്പോഴും എനിക്ക് 100-ൽ 100 മാർക്ക്, കണക്കിൽ 100-ൽ 100 കിട്ടുമായിരുന്നു. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും. 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലെത്തിയ സമയത്ത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ എനിക്ക് ജോണ്ടിസ്, മഞ്ഞക്കാമാല വന്നിട്ടൊരു 2-3 ആഴ്ച നഷ്ടപ്പെട്ടു. ഈ നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്ന സമയത്താണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും, ഹരിക്കലും ഗുണിക്കലും കടന്നു പോയത്. ഞാൻ അറിഞ്ഞില്ല ഇത്. ഞാനിത് അറിഞ്ഞില്ല എന്നുള്ള വിവരം ടീച്ചേഴ്സും അറിഞ്ഞില്ല. അപ്പോൾ അവിടെ തൊട്ട് ഞാൻ കണക്കിൽ താഴെയാവാൻ തുടങ്ങി, സംപൂജ്യനാവാൻ തുടങ്ങി. പിന്നെ 0 മാർക്കാണ് എപ്പോഴും. അത് അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ തിരിച്ച് മറ്റേലേക്ക് വരാം. ഞാൻ കൊടുത്ത ബാലൻ എന്ന കഥാപാത്രങ്ങളുടെ നാടകത്തിലേക്ക് വരാം. അപ്പോൾ ഞാൻ അന്നത്തെ ഇൻ്റർവെല്ലിന് ഞാൻ മാധവിക്കുട്ടി ടീച്ചറുടെ ക്ലാസ്സിൽ, പിന്നെ ഹെഡ് മിസ്ട്രസ്സാണ്, റൂമിൽ കയറി ചെന്നിട്ട് ഇങ്ങനെ പറയുന്നു, ആ റോള് നോക്കാം, ഞാൻ വൈകുന്നേരം വരാം എന്ന് പറഞ്ഞു. ക്ലാസ്സിലേക്ക് ഞാൻ വൈകുന്നേരം വരുന്നുണ്ട് എന്ന് ടീച്ചർ പറഞ്ഞു. അങ്ങനെ ടീച്ചർ വന്നത് അനൗൺസ് ചെയ്യാണ്, കാസ്റ്റിംഗ് അനൗൺസ് ചെയ്യാണ്. അപ്പോൾ അതിൽ ഒരു ചായ കൊണ്ടുവരുന്ന റോള് പോലും എനിക്ക് കിട്ടിയില്ല. അതിലെ മെയിൻ കാസ്റ്റിംഗ് കിട്ടിയത് രാമദാസ് എന്ന് പറയുന്ന ആ കൊല്ലം 4ാം ക്ലാസ്സിൽ ചേർന്നൊരു പയ്യൻ. എനിക്ക് ഐ സ്റ്റിൽ റിമെമ്പർ ഹിസ് ഫേസ്. നല്ല പയ്യനാട്ടോ, നന്നായിട്ട് പാട്ട് പാടും. അന്നത്തെ അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്നുള്ള സിനിമയിലെ ഒരു പാട്ടുണ്ട്, അത് അദ്ദേഹം നന്നായിട്ട്, അദ്ദേഹമല്ല കുട്ടി നന്നായിട്ട് പാടും. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ ആ പാട്ട് നന്നായിട്ട് പാടുമായിരുന്നു. പിന്നെ ആ കുട്ടികളുടെ ഗുണം, ടീച്ചർ കണ്ട ഗുണം കണക്കിൽ മിടുക്കനായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിത് കിട്ടാതെ പോയത് ഞാൻ കണക്കിൽ മോശമായി എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ ഇപ്പം ഒരു 10-40 കൊല്ലമായി പ്രൊഫഷണലി നാടകത്തിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ സിനിമാ രംഗത്ത് വർക്ക് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ 40 കൊല്ലത്തിലും
എൻ്റെ ഫീൽഡിൽ കണക്കിൽ മിടുക്കരായിട്ടുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. നാടകവും തമ്മിലുള്ള യാതൊരു ബന്ധവും ഇല്ലാതാണ്. അഥവാ നാടകത്തിൽ നമുക്ക് നാടകത്തോട് ഇഷ്ടമുണ്ടെങ്കിൽ കണക്കിനോട് നമുക്ക് ഇഷ്ടമുണ്ടാവില്ല എന്നുള്ളതാണ് നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു സാധനമാണത്. അപ്പൊ ഈ കാലം അത്രയും നാടകക്കാര് കണക്കുമായിട്ട് ബന്ധമുണ്ടോന്ന് സാർ ഒന്ന് നോക്കി. ഞാൻ നോക്കുമായിരുന്നു. ഞാൻ എവിടെ പോകുമ്പോൾ നോക്കും, ഇയാള് നല്ലൊരു നടനാണ്, കണക്കിലെങ്ങനെയാണ്, കണക്കിൽ ഞാൻ മോശമാണ് എന്നേ എല്ലാവരും പറയുള്ളൂ. അപ്പൊ ഇതെങ്ങനെയാണ് മാധവിക്കുട്ടി ടീച്ചർക്ക് ഈ കണക്കിൽ മിടുക്കനാണെങ്കിൽ അല്ലെങ്കിൽ കണക്കിൽ മിടുക്കിയാണെങ്കിൽ നാടകത്തിൽ സെലക്ട് ചെയ്യാന്നുള്ളത് ഏത് തരത്തിലാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ വർക്കൗട്ട് ചെയ്തെന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. എനിവേ, ആ നാടകത്തിൻ്റെ റിഹേഴ്സൽ ഒരു പ്രത്യേക മുറിയിലായിരുന്നു. ഞാൻ ആ മുറിയുടെ പുറത്ത് പോയി നിൽക്കും, റിഹേഴ്സൽ കേൾക്കും. നമുക്ക് അകത്തേക്ക് പോകാൻ പാടില്ല. അങ്ങനെ ഒരുപാട് സങ്കടമായി, ഒരുപാട് കരഞ്ഞു. പിന്നെ വിട്ടു. പിന്നെ ഞാൻ 5ാം ക്ലാസ്സിൽ സെൻറ്റ് ജോസഫ്സ് ബോയ്സ് ഹൈസ്കൂളിലേക്ക് വരുന്നു. അവിടെ ഞാനൊരു പാവം പയ്യനായിരുന്നു. അവിടുത്തെ നാടകങ്ങളിലൊന്നും ഞാൻ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. പക്ഷെ ഞാനൊരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ഒരു നാടകത്തിൻ്റെ ലോകത്തിലേക്ക് ഞാൻ വരുന്നത്. സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പം ഈ നാടകം എടുത്ത് കൊണ്ടുപോകാനുള്ള, അതായത് ആ ഓണത്തിൻ്റെ വെക്കേഷനിൽ 3 ദിവസം ഇത് പെട്ടികൾ ചകഞ്ഞ് നാടകം കണ്ടുപിടിക്കാനുള്ള മനസ്സ് എന്ന് പറയുന്ന എൻ്റെ ഒരു നാടകക്കാരൻ ഉണ്ടായിരുന്നു എന്നുള്ള അന്നേ ഉണ്ടായിരുന്നു, നാച്ചുറലി ഉണ്ടായിരുന്ന ഒരു സാധനമാണത് എന്നാണ്. അതാണ് അല്ല ഞാൻ ഓണത്തിന് കളിക്കാൻ നിൽക്കാതെ ഇത് സീരിയസ് ആയിട്ട്, പക്ഷെ അതുപോലും ആ ഒരു കൺസിഡറേഷൻ പോലും അവരെനിക്ക് തന്നില്ല എന്നുള്ളത് ഭയങ്കര സങ്കടമായി പോയി. ബട്ട് ദ ഫണ്ണി തിങ് ഈസ്, ഇപ്പൊ രാംദാസ് ഒന്നും ഇപ്പൊ എവിടെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹം ഒരു നാടക നടനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഒരു നടനോ അല്ലെങ്കിൽ ഈ കലയുടെ ഭാഗത്ത് വർത്തിക്കുന്ന ഒരാളാണോന്നോ എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും പുള്ളി ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റോ മാത്സിൽ പഠിക്കാനായോണ്ട് ആ വഴിക്ക് പോയിട്ടുണ്ട്. എനിവേ 6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഒരു നാടക ലോകത്തേക്ക് ഞാൻ കടക്കുന്നത്. അത് അന്ന് എൻ്റെ ഈ വീടിൻ്റെ അടുത്ത് കോഴിക്കോട് തളി തളി ക്ഷേത്രം, അവിടെ ഒരു വലിയ കുളമുണ്ട്. കുളത്തിൻ്റെ സൈഡ് മുഴുവനും പട്ടന്മാരാണ്, ബ്രാഹ്മണന്മാരാണ്. അവരുടെ കൂടെ പട്ടരെ അല്ലാത്ത ഒരാൾ ഞാൻ എൻ്റെ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതുകൊണ്ടുള്ളൊരു ഗുണം, ഐ ലേൺ തമിഴ് നന്നായിട്ട് വായിക്കാനും പറയാനും സംസാരിക്കാനും ഒക്കെ പഠിച്ചു അവിടെയുള്ളുണ്ട്. അപ്പോൾ ഈ തളിയിൽ അന്നൊരു ബാലജന സഖ്യം ഉണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ നാടക ഗുരുവിനെ കണ്ടെത്തുന്നത്. അവരുടെ പേര് ലീലാജി നായർ എന്നാണ്, ലീല ചേച്ചി എന്നാണ് ഞാൻ അവരെ വിളിക്കുക. മലയാളത്തിലെ ആദ്യ നോവൽ കുന്തലത എന്ന് പറഞ്ഞ നോവൽ എഴുതിയ അപ്പു നെടുങ്ങാടിയുടെ മകളുടെ മകളാണ് ഈ ലീല ചേച്ചി എന്ന് ഞാൻ വിളിക്കുന്ന ലീലാജി നായർ. അപ്പോൾ ഇവരെ ഒരു ദിവസം ഞാനും എൻ്റെ അടുത്ത സുഹൃത്ത് ഹരിനാരായണൻ എന്ന് പറഞ്ഞ ഹരി എന്ന് വിളിക്കുന്ന ഒരു സുഹൃത്തുണ്ട്. ഹരിയുടെ കൂടെയാണ് ഞാൻ കാണാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി അവിടെ ഒരു റേഡിയോ നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുകയാണ്. കാസ്റ്റിംഗ് ഒക്കെ ആയി കേട്ടോ. അപ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. അപ്പം ഞാൻ ചെന്ന ഉടനെ ലീല ചേച്ചി എന്നെ ഇങ്ങനെ നോക്കിയിട്ട് വരൂ മോൻ വരൂ എന്നോട് എൻ്റെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് മിടുക്കനാണ് എന്ന് പറഞ്ഞു. മിടുക്കനാണ്, ഇവനെ പോലെയുള്ളവരെയാണ് എനിക്ക് വേണ്ടത് എന്ന് ഹരിയോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന ശേഷം വീണ്ടും ഒരു സ്ക്രിപ്റ്റ് റീഡിങ് നടത്തി. അതിലെ മെയിൻ കാസ്റ്റ് എനിക്ക് കിട്ടി. അതാണ് എൻ്റെ ആദ്യത്തെ നാടകം. കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാനായിട്ടാണ് ഞാൻ ആദ്യം അതിൽ അഭിനയിച്ചത്. കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ കഥയായിരുന്നു അത്. റേഡിയോ നാടകമായിരുന്നു. ഐ വാസ് സോ ലക്കി ഇൻ ഗെറ്റിംഗ് ഗുഡ് ടീച്ചേഴ്സ്. നല്ല ഗുരുക്കന്മാരാണ് എനിക്ക് കിട്ടിയവരെല്ലാവരും. അതിലെ ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ടത് ലീല ചേച്ചി തന്നെയാണ്. ആ ഒരു ഫ്രം 1972 to 1976 4 5 വർഷം ഞാൻ ആ ബാലജന സഖ്യത്തിലുണ്ടായിരുന്നു. എല്ലാ വർഷവും കാരണം ഞങ്ങളുടെ സഖ്യത്തിൻ്റെ പേര് പ്രിയദർശിനി ബാലജന സഖ്യം എന്നായിരുന്നു. അവിടുത്തെ കോഴിക്കോട്ടിലെ റേഡിയോ സ്റ്റേഷനിലെയും ഒക്കെ ഒരു ലീഡിങ് സഖ്യമായിരുന്നു ഞങ്ങളുടെ. നല്ല വർക്ക് ചെയ്യുന്ന സഖ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും 2 റേഡിയോ പ്രോഗ്രാംസ് കിട്ടും, അതുപോലെ 2 സ്റ്റേജ് പ്രോഗ്രാംസും കിട്ടും. അതായത് ആ 12-13 വയസ്സുള്ള ഒരാൾക്ക് ഒരു വർഷം 4 നാടകങ്ങളിൽ എൻഗേജ് ചെയ്യാൻ ചാൻസ് കിട്ടുകയാണ്. അതൊരു പഠനമാണത്. അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. അത് മാത്രമല്ല, ലീല ചേച്ചിയുടെ ടേസ്റ്റ്
ഇപ്പം ഞാൻ എന്തായിരിക്കുന്നു അതൊക്കെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അവരുടെ ടേസ്റ്റ് കറക്റ്റായിരുന്നു. അതായത് ഞാനൊരിക്കലും ഈ കള്ളത്തൊണ്ടയിട്ട നാടകങ്ങളിൽ അഭിനയിച്ചിട്ടില്ല. കള്ളത്തൊണ്ടയിട്ടുള്ള നാടകങ്ങൾ എന്താണെന്നറിയോ? ഈ സൗണ്ട് എന്താണ് പറയൂ മോളെ നിനക്ക് എന്ത് പറ്റി എന്ന് പറയുന്നതാണ് കള്ളത്തൊണ്ടയിട്ട്. അത് അഭിനയം, ഇത് കള്ളത്തരാണ് മൊത്തം. അപ്പം അത് അത്തരം അഭിനയ ശൈലി ഒരിക്കലും ലീല ചേച്ചി പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. സോ ഐ വാസ് ഓൾവേസ് വളരെ നാച്ചുറൽ ആയിട്ടാണ് നമുക്ക് നാടകത്തിൽ അഭിനയിച്ചിരുന്നത്. അവിടെ നിന്നൊക്കെ ആക്ടിങ് ഇങ്ങനെ പഠിക്കുകയാണ്. ഐ എം ട്രെയിനിങ് ദർ. അത് വെറുതെ ഒരു ബാലൻസൊക്കെയോ ഒരു കളിയോ ചിരിയോ മാത്രമല്ല. ഐ എം ലേണിംഗ് ദർ. ഞാൻ മാത്രമല്ല, അതിനെ സീരിയസ് ആയിട്ട് കാണുന്ന ഓരോരുത്തരുടെയും യാത്ര അങ്ങനെ തന്നെയായിരിക്കും. ഐ എം ലേണിംഗ് എ ലോട്ട് ദർ. അത് മാത്രമല്ല, ലീല ചേച്ചി തെരഞ്ഞെടുത്തിരുന്ന നാടകങ്ങളും വളരെ വ്യത്യസ്തമായിരുന്നു. അന്ന് അതായത് 1973-74 ഞങ്ങൾ ഒരു കാർട്ടൂൺ പ്ലേ ചെയ്തിരുന്നു, ബോബനും മോളിയും. മലയാള മനോരമയിൽ വരുന്ന ബോബനും മോളിയും എന്ന് പറഞ്ഞ നാടകം ഞങ്ങൾ സ്റ്റേജിൽ ചെയ്തിരുന്നു. വിത്ത് ദ ഡോഗ്, നായ അടക്കം. അന്ന് ഞാനീ പറയുന്ന 50 വർഷം അല്ലല്ല, നാടകം ഒറിജിനൽ നായ സ്റ്റേജിലുണ്ടായിരുന്നു. സോ ഷീ വാസ്, അവരത്രയും മുന്നിലായിരുന്നു, എത്രയോ എക്സ്പെരിമെന്റൽ ആയിട്ട്. അതെ. പിന്നെ ആ നാടകം നമ്മൾ ഈവൻ ഇത് ഈ ബോബനും മോളി എഴുതുന്നത് ടോംസ് ആണല്ലോ. ടോംസിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള അവസരം നമുക്ക് കിട്ടിയിരുന്നു. അദ്ദേഹം നാടകം കണ്ടു, അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് ഞാൻ ഈ പറയുന്നത് ഇറ്റ് വാസ്, എൻ്റെ ഓർമ്മകളിൽ നിന്ന് പറയുന്നത് ഇറ്റ് വാസ് റിച്ച്. എൻ്റെ ആ ബാല്യകാലം എന്ന് പറഞ്ഞത് വളരെ റിച്ച് ആയിട്ടുള്ള, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതിൻ്റെ അകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒന്നില്ലല്ലോ. ഇപ്പം സാർ പറയുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടകങ്ങളുടെ സുവർണ്ണ കാലമായിരുന്നു. അമ്പലങ്ങളിലായിക്കോട്ടെ, ക്ഷേത്രങ്ങൾ. ഇപ്പോൾ ഒരു നാടകം കാണണമെങ്കിൽ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ ഉത്സവങ്ങളിലൊക്കെ വരേണ്ട ഒരവസ്ഥയാണ്. അതായത് അന്നത്തെ കാലം നാടകം സൃഷ്ടിച്ചൊരു വിപ്ലവമുണ്ട്. പലതിനും രാഷ്ട്രീയ ആയിക്കോട്ടെ അല്ലാണ്ടായിക്കോട്ടെ അതിൻ്റെ സാധ്യതകളെയും കൂടുതലായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് നാടകങ്ങളുടെ സാധ്യത കുറയുന്നു എന്നുള്ള. ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് സാർ പിന്നെ കണ്ടത്? നാടകങ്ങളുടെ സാധ്യത കുറയുന്നില്ല, അത് കുറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഉള്ള പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ അമേച്ചർ നാടകം വളരെ ശക്തമാണ്. കാസർഗോഡ്, പയ്യന്നൂര്, കടമ്പഴിപ്പുറം, തൃശ്ശൂർ, കോഴിക്കോട്, ഇങ്ങോട്ട് തിരുവനന്തപുരം വരെയുള്ള പല സ്ഥലങ്ങളിലും നല്ല ശക്തമായ അമേച്ചർ നാടകവേദികളുണ്ട്. പക്ഷേ നമ്മുടെ പ്രൊഫഷണൽ നാടകവേദി വളരെ പിന്നിലാണ്. ഞാൻ പറയുന്നത് ലോക നിലവാരം എടുത്ത് നോക്കുന്ന സമയത്ത്. അതായത് ഈ 2 മൈക്ക് കെട്ടി തൂക്കി അതിൻ്റെ ചുറ്റും 4 കഥാപാത്രങ്ങളിൽ നിന്ന് സംസാരിക്കുന്നതല്ല നാടകം. ഇപ്പം ഞാൻ നാടകം എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെയൊക്കെ മനസ്സിൽ, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സിൽ, കാണുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വരിക 2 മൈക്ക്, ബാക്കിൽ ഒരു വീടിൻ്റെ കട്ടൗട്ട്. അതല്ല ലോക നാടകവേദി അല്ലെങ്കിൽ ലോക പ്രൊഫഷണൽ നാടകവേദി എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് പിന്നിലാണ്. 2 ദിവസം മുമ്പ് ഞാൻ കണ്ണൂർ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ നടത്തിയപ്പോൾ ഒരു കുട്ടി എന്നോട് ചോദിച്ചിരുന്നു, ഒരു ചെറിയ പെൺകുട്ടി എന്നോട് ചോദിച്ചിരുന്നു ഈ ചോദ്യമായിരുന്നു, പ്രൊഫഷണൽ നാടകങ്ങൾ എന്തുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ള, അല്ലെങ്കിൽ കണ്ടിരിക്കാൻ അല്ലെങ്കിൽ രസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള. അതിന് ഒരു കാരണം ഇതാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കള്ളത്തൊണ്ടയിട്ട അഭിനയം. അതാണ് ബേസിക്കലി റൂൾ ചെയ്യുന്നത്. ഒരു ചായ കുടിക്കാം, നമുക്ക് ചായ കുടിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാമല്ലോ. ഇങ്ങനെ ആരും ജീവിതത്തിൽ സംസാരിക്കില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു. സോ അവിടെ നമ്മൾ നന്നാവേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നമ്മൾ പിന്നിൽ. ഇതൊക്കെ പറയുന്ന സമയത്തും ഞാൻ ഈ പറഞ്ഞ കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ നല്ല അമേച്ചർ നാടകങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പുതിയ നാടകങ്ങൾ, പുതിയ പരീക്ഷണങ്ങൾ. ആ പരീക്ഷണങ്ങളും ആ നാടകങ്ങളും ആക്ച്വലി ലോക നിലവാരത്തിൽ തന്നെ ഉള്ളതാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ലോകത്തെ ഒരു 10-28 രാജ്യങ്ങളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആസ് എൻ ആക്ടർ, ആസ് എ തിയേറ്റർ പേഴ്സൺ, ആസ് എ ഡയറക്ടർ, ഒക്കെ ആസ് എൻ ആക്ടർ ട്രെയിനർ. ഒരു 28 രാജ്യങ്ങളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ പറഞ്ഞില്ല, എൻ്റെ സ്വപ്നമായിരുന്നു അത്. ആ സ്വപ്നമൊക്കെ ഞാൻ ജീവിച്ചിട്ടുണ്ട്.
പക്ഷെ അവിടെയൊക്കെ പോകുമ്പോൾ അപ്പോൾ നമ്മുടെ അമേച്ചർ തിയേറ്റർ അവരോടൊക്കെ കിടപിടിക്കുന്ന അമേച്ചർ തിയേറ്റർ നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ പ്രൊഫഷണൽ തിയേറ്റർ ഇസ് വെരി വെരി എന്താ പറയുക, വളരെ പിന്നിലാണത്. നല്ല പ്രൊഫഷണൽ തിയേറ്റർ ഇല്ല നമുക്ക്. അത് വെച്ചിട്ടാണ് മറ്റുള്ളവർ അതിനെ വിലയിരുത്തപ്പെടുന്നതെന്ന് തോന്നുന്നു. പ്രൊഫഷണൽ നമുക്ക് കിട്ടുന്ന നാടകമുണ്ടല്ലോ, നമ്മൾ കാണാൻ നമുക്ക് മുന്നിലെത്തുന്ന നാടകങ്ങൾ, ഈ കള്ളത്തൊണ്ടൊക്കെ വെച്ചിട്ടുള്ളത്, അത് വെച്ചിട്ടാണ് ജനങ്ങള് ഇതിനെ വിലയിരുത്തുന്നത് എന്ന് തോന്നുന്നു. അശ്വിനി, ഞാൻ നാടകത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നാടകം മാത്രം ഇഷ്ടപ്പെടുന്ന ആളാണ്. സിനിമ ഇഷ്ടപ്പെടാത്തതാണ്. സിനിമ ഇഷ്ടമാണല്ലോ. സിനിമാ നടനാവുക എന്നുള്ളത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിലായത്? പക്ഷെ എനിക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ നാടക വേദി പോലും കേരളത്തിലില്ല. അതാണ് പ്രശ്നം. ഉണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യുമായിരുന്നു. ഐ കൻ നോട്ട്. കാരണം ഞാൻ പറഞ്ഞ ടേസ്റ്റ് മാറ്റേഴ്സ്. നമ്മൾ ചെയ്തു വന്നതും പഠിച്ചതും പിന്നെ ലോകത്തിൽ കണ്ടതും ഒക്കെ ആയിട്ടുള്ള, അതെ, അതിനോടൊന്നും അതിൻ്റെ ഒന്നും അടുത്തെത്താൻ പറ്റില്ല. അവിടെയാണ് പ്രശ്നം. ഞാൻ അവരെ ആരും പുച്ഛിച്ച് സംസാരിക്കൊന്നും അല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. ഐ റെസ്പെക്ട് ഓൾ തിയേറ്റർ പീപ്പിൾ, ഓൾ തിയേറ്റർ ആക്ടേഴ്സ്, ഓൾ സിനിമ ആക്ടേഴ്സ്, എവ്രി വൺ. പക്ഷേ ഇത് സത്യമാണ്. കാരണം ഇപ്പം നമുക്ക് ആ എക്സ്പോഷർ വരുമ്പോഴാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. നമ്മൾ പുറത്ത് പോയിട്ട് നാടകങ്ങൾ, പക്ഷേ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ നാടകങ്ങൾ കാണാം. പക്ഷെ അത് കാണണ്ടല്ല. അത് നാടകം കാണണമെങ്കിൽ ലൈവായിട്ട് തന്നെ കാണാം. ഈ ലൈവായിട്ട് നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കാണുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എത്രമാത്രം പിന്നിലാണ് എന്നുള്ളത്. നാടകത്തിലെ പാട്ട് അതൊന്നും ലോകത്ത് എവിടെയില്ല. പെട്ടെന്ന് ഒരാൾ രണ്ടുപേര് സംസാരിച്ചുകൊണ്ടിരിക്കുമോ പാട്ട് പാടുക, അങ്ങനെ ജീവിതത്തിൽ ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടാവുമോ? ഉണ്ടായില്ല. എപ്പോഴെങ്കിലും നമുക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്ന ഒരാളെ കൂട്ടി നമ്മൾ എറണാകുളത്തെ പാർക്കിൽ പോയിട്ട് ഡെങ്ങുള്ള പാട്ട് പാടും? ഇല്ല, അതില്ല. ലൈഫിൽ ഇല്ലാത്ത സാധനമാണത്. അപ്പോൾ ലോക നാടകത്തിൽ എവിടെയും അതില്ല. പൊതുവെ അഭിനയിക്കുന്ന ആൾക്കാർക്ക് നാടകം, നമ്മൾ തുടക്കത്തിൽ മിമിക്രി നാടകം, ഇതിനൊക്കെ ഒരു തുടക്കം സിനിമയിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കും. സാർ ഒരു സിനിമാക്കാരനാകാൻ ആഗ്രഹിച്ച് എത്തിയല്ല. ഇതുവരെ സംസാരിച്ചിരുന്ന വളരെ വ്യക്തമാണ് നാടകത്തെ എത്രത്തോളം പ്രണയിച്ചിട്ടാണ്. പിന്നെ എവിടെയാണ് ഈ സിനിമയായിട്ടുള്ള ബന്ധം വന്നത്? ഇല്ല, എനിക്ക് സിനിമയോട് വെറുപ്പൊന്നുമില്ല. അല്ല, ഞാൻ പറയുന്നത് ഇറ്റ് നെവർ ഫാസിനേറ്റഡ് മീ. ഇപ്പം ഞാൻ അശ്വിനോട് നേരത്തെ പറഞ്ഞില്ല, ഞാൻ എൻ്റെ 8ാമത്തെ വയസ്സിൽ നാടകം തേടി നടന്നതും 12ാമത്തെ വയസ്സിൽ പ്രിയദർശനി ബാലൻ സഖ്യത്തിൽ എത്തി എന്ന് പറയുന്നതും, ആ 4 വർഷം കോഴിക്കോട് ഞാൻ ശരിക്കും ഒരു ചൈൽഡ് തിയേറ്റർ ആക്ടർ എന്നുള്ള ലൈനിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. ഞാൻ എൻ്റെ 16 വയസ്സാകുമ്പോഴേക്കും ഞാൻ എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു ആസ് ആൻ ആക്ടർ. പക്ഷെ അന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല പ്രേം നസീറിനെ പോലെ സിനിമയിൽ അഭിനയിച്ചാലോ എന്നുള്ളത്. അന്ന് പോലും തോന്നിയിട്ടില്ല. സിനിമയിലെ ഗ്ലാമർ ഇല്ല. സിനിമയിൽ പിന്നെ ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല എന്ന് പറയരുത് കേട്ടോ. ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ എന്നെ സിനിമാ നടനായിട്ട് കണക്കാക്കുന്നില്ല. കാരണം നമ്മളൊരു പ്രൊഫഷണൽ സിനിമാ നടനാവണമെങ്കിൽ നമ്മുടെ പോസ്റ്ററൊക്കെ പിന്നെ നമ്മുടെ മുഖമൊക്കെ പോസ്റ്ററിലൊക്കെ വന്ന് നമ്മളെ എസ്റ്റാബ്ലിഷ് ചെയ്ത് നമ്മുടെ അഭിനയം കാണാൻ ആളുകൾ ടിക്കറ്റ് കൊടുത്ത് തിയേറ്ററിൽ വരുന്ന സമയത്താണ് ഞാൻ ഒരു സിനിമാ നടനാവുന്നത്. അതർവൈസ് ഞാൻ സിനിമയിൽ അഭിനയിച്ച ഒരാൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ സിനിമയോട് ഇപ്പം ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന 1986-ലാണ്. 40 കൊല്ലം മുമ്പ്. 40 അല്ലേ? അതെ, 40 കൊല്ലം മുമ്പ്. അതിലെ എൻ്റെ ആദ്യത്തെ ഡയലോഗ് ഇവിടെ ആരും ഇല്ലേ എന്നുള്ളതായിരുന്നു. ഇവിടെ ആരും ഇല്ലേ എന്നുള്ളതായിരുന്നു എൻ്റെ ഡയലോഗ്. ഈ ഡയലോഗ് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാനിതിൽ നിൽക്കാൻ പോകുന്നില്ല എന്നുള്ളത്. ഐ വാസ് 100% ഷുവർ ഞാൻ ഈ രംഗത്ത് ഞാൻ നിൽക്കില്ല എന്നുള്ളത്. കാരണം ഐ വാസ് നോട്ട് എൻജോയിങ് ഇറ്റ്. മറ്റേ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ലൈവാണ്. അശ്വിനിയും അല്ലെങ്കിൽ ഓഡിയൻസ് അവിടെ ഇരിക്കുന്നു, നമ്മൾ ഈ കൊടുക്കുന്നത് അവർക്ക് കിട്ടുന്നു, അവരേന്ന സാധനം അങ്ങോട്ട് തരുന്നു. ഈ കണക്ഷൻ വർക്കൗട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട് സ്റ്റേജിലാവുമ്പോൾ. കണക്ഷൻ ബിറ്റ്വീൻ മീ ആൻഡ് യു. ഇത് ഞാൻ ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് ലാക്ക് ചെയ്തിരുന്നു. I felt like a dead actor. മനസ്സിലായി. കാരണം 1986-ലാണത്. അന്നേരം ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലിറ്റിൽ തിയേറ്റർ കൾട്ട് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഇന്ത്യ മുഴുവൻ നടന്ന് നാടകം ചെയ്യുന്ന സമയത്താണ് ഇത് ചെയ്യുന്നത്. എനിക്ക് ആകെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഈ സിനിമയിൽ. ആക്ച്വലി ഞാൻ പോവില്ലായിരുന്നു കേട്ടോ ഈ സിനിമ. അന്ന് മൊബൈൽ ഫോണും ഇല്ല, വീട്ടിൽ ലാൻഡ് ഫോണും ഇല്ല. ഞാൻ ഒരു ദിവസം കോഴിക്കോട് എൻ്റെ വീട്ടിലെത്തുന്ന സമയത്ത് ഒരു ടെലഗ്രാം വന്നിരിക്കുകയാണ്.
അമ്മയും അച്ഛനൊക്കെ പേടിച്ചു പോയി ടെലഗ്രാം വന്നു പറഞ്ഞപ്പോൾ. അന്ന് ടെലഗ്രാം വരിക എന്ന് പറഞ്ഞാൽ പേടിക്കണം. പക്ഷെ വന്നിരിക്കുന്നത് പെട്ടെന്ന് തിരുവനന്തപുരത്ത് വരണം എന്ന് പറഞ്ഞിട്ട് സംവിധായകൻ GS പണിക്കരുടെ, അദ്ദേഹം മരിച്ചുപോയി, ഒരു ടെലഗ്രാം ആയിരുന്നു. അപ്പോൾ ഇത് സിനിമയിൽ അഭിനയിക്കാനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ തീരുമാനിച്ചു ഞാൻ അഭിനയിക്കുന്നില്ല. പാണ്ഡവപുരം എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അങ്ങനെ ഞാൻ നേരെ തൃശ്ശൂരിലേക്ക് വരുന്നു. തൃശ്ശൂർ വന്ന് എൻ്റെ ഗുരുനാഥൻ G. ശങ്കർപിള്ള സാറിനെ കാണുന്നു. സാറിന് ഈ ടെലഗ്രാം കൊടുത്തു. അപ്പം ഞാൻ പോകുന്നില്ല എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ സാറിനോട് ഇയാൾ എന്താ ചെയ്യുമെന്ന് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് ഞാൻ പോകുന്നില്ല. അതെന്താ? ഇയാൾ പോകണം, ഇയാൾ പോയിട്ട് അഭിനയിച്ച് വരണം എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ പോവുകയും അഭിനയിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് സ്കൂളിനൊരു പേര് വരിക, അതുകൊണ്ട് പോയിട്ട് അഭിനയിക്കണം എന്ന് സാറ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കാൻ പോയത്. പക്ഷേ ഈ പറഞ്ഞ ഒരു ആദ്യത്തെ ഡയലോഗ് പറഞ്ഞപ്പോൾ തന്നെ ഐ ഫെൽറ്റ് ഡെഡ്. ഒരു സാധനം ഞാൻ അവിടെ മിസ് ചെയ്യുന്നത്, ആ കണക്ഷനാണ് മിസ് ചെയ്യുന്നത്. പിന്നെ ഇനിയിപ്പോൾ അശ്വിനിക്ക് ചോദിക്കാൻ പറഞ്ഞ ഈ ഗ്ലാമർ, ഇറ്റ് നെവർ അട്രാക്റ്റഡ് മീ. നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ ആൾക്കാർ ഇത് മറ്റേ ആളല്ലേ, അത് എനിക്കിഷ്ടമല്ല. ഇപ്പം എനിക്കിഷ്ടം കടവന്തര മീൻ മാർക്കറ്റിൽ പോയിട്ട് മത്തിക്ക് വില പറഞ്ഞ് മീൻ വാങ്ങുന്നതാണ് എനിക്കിഷ്ടം. ഈ ടോപ്പിൽ നിൽക്കുന്ന പല സിനിമ ആക്ടേഴ്സിനും അത് പറ്റില്ല. പിന്നെ ഇനിയിപ്പോൾ അതല്ല, അപ്പോൾ പോപ്പുലാരിറ്റി എനിക്കിഷ്ടമല്ല. 2, എനിക്ക് ഓഡി കാറിനോടും ജഗ്വാർ കാറിനോടും ഒന്നും യാതൊരു താല്പര്യമില്ല. കാറിനോടേ താല്പര്യമില്ല. സോ ഐ എം എ വെരി സിമ്പിൾ പേഴ്സൺ വിത്ത് ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ വലുതായിരുന്നു കേട്ടോ. അതിൽ സിനിമാഭിനയം എന്ന് പറഞ്ഞാൽ ചെറുതാണ്. ഞാൻ കണ്ട സ്വപ്നം അതിലും വലുതായിരുന്നു. ഇന്റർനാഷണൽ ആയിട്ട് സ്റ്റേജിൽ ആക്ട് ചെയ്യുക എന്നുള്ള സ്വപ്നമാണ് ഞാൻ കണ്ടത്. നേടിയെടുത്തു. അത് 40ാമത്തെ വയസ്സിൽ തന്നെ നേടിയെടുത്തു. ദൈവാനുഗ്രഹമാണ് കേട്ടോ. നമ്മൾ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കാര്യമല്ല. അതിനകത്ത് പല ഘടകങ്ങൾ വേറെയുണ്ട്. നമ്മൾ ടാലന്റഡും ആയിരിക്കണം. ഉറപ്പായിട്ടും. ഈ സിനിമയിലേക്ക് വരുമ്പോഴുള്ള ഇപ്പൊ സാർ പറഞ്ഞ അതിൽ തന്നെ വളരെ വ്യക്തമാണ്, നാടകങ്ങളിലെ അഭിനയവും സിനിമയിലെ അഭിനയവും തമ്മിൽ പ്രത്യക്ഷത്തിൽ കാണുന്നതല്ല ഞാൻ ചോദിക്കുന്നത്, അഭിനയിക്കുമ്പോഴുള്ളൊരു വ്യത്യാസം ഉണ്ടല്ലോ. അതെങ്ങനെയാണ് ഇപ്പൊ വർക്ക്ഷോപ്പൊക്കെ നടത്തുന്നതാണ്, അതിനെങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഞാൻ നാടകത്തിൽ അഭിനയിക്കാനുള്ള വർക്ക്ഷോപ്സ് ഞാൻ എടുക്കാറില്ല. ആർക്കും അത് വേണ്ട. എൻ്റെ ജനസിലുള്ള ആളുകൾ വളരെ കുറവാണ്. കാരണം എല്ലാവർക്കും സിനിമയിലാണ് പോകേണ്ടത്. ഞാൻ ആരോടും നാടകത്തിലേക്ക് വരാൻ പറയുകയും ചെയ്യില്ല കേട്ടോ. കാരണം ഇവിടെ കഷ്ടപ്പാടോ, ഇതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, നാടകമായിട്ടുള്ള ഒരു അകൽച്ച വരുന്നത്. ഇതൊക്കെ ഇവിടെ വരുമ്പോൾ കഷ്ടപ്പാടുണ്ട്. ഈ കഷ്ടപ്പാടിൻ്റെ സുഖം അനുഭവിക്കാൻ നിങ്ങൾ റെഡിയാവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ഇനി മറ്റേത് പറയാം. അപ്പോൾ സിനിമയിലും ആണെങ്കിലും നാടകത്തിലാണെങ്കിലും ഒരു നല്ല നടൻ അല്ലെങ്കിൽ ഒരു നല്ല നടി, ഇവരുടെ പ്രോസസ്സ് ഒന്ന് തന്നെയാണ് സിനിമയിലാണെങ്കിലും നാടകത്തിലാണെങ്കിലും. ഇപ്പം നമുക്കെടുക്കാം ലളിത ചേച്ചി, KPC ലളിത ചേച്ചി. എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയും ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ്. തിലകൻ ചേട്ടൻ, നെടുപടി വേണു ചേട്ടൻ, ഗോപിച്ചേട്ടൻ, കൊടിയേട്ടൻ ഗോപിച്ചേട്ടൻ, ഈ നാല് ആക്ടേഴ്സിനെ ഞാൻ പറയാം. ഇവർ 4 പേരും നാടകത്തിൽ നിന്ന് വരുന്ന ആളുകളാണ്. 4 പേരും നാടകക്കാരാണ്. അവരുടെ ആ പ്രോസസ്സ് അത് നാടകത്തിലും സിനിമയിലും ഒന്ന് തന്നെയാണ്. ആ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ദേ ആർ അപ്ലൈയിങ് ദെയർ മൈൻഡ്. അവരുടെ മനസ്സുകൊണ്ടാണ് അവർ ആക്ട് ചെയ്യുന്നത്. മനസ്സുകൊണ്ട് അവർ കഥാപാത്രമായിട്ട് മാറുകയാണ്. തിലകൻ ചേട്ടൻ ചരശയ്യ എന്ന് പറഞ്ഞ നാടകത്തിൽ ഡോക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കുന്ന സമയത്ത് അദ്ദേഹം അതാവുകയാണ്. തിലകൻ ചേട്ടൻ കിരീടം എന്ന് പറയുന്ന സിനിമയിലെ ഹെഡ് കോൺസ്റ്റബിൾ കൃഷ്ണപിള്ള സേതുമാധവൻ്റെ അച്ഛനാവുകയാണ്. ഇതൊരു ഇൻറ്റേർണൽ പ്രോസസ്സാണ്. ഈ ഇൻറ്റേർണൽ പ്രോസസ്സ് ഒരു നല്ല നടനെയോ ഒരു നല്ല നടിയോ സംബന്ധിച്ച് നാടകത്തിലായാലും സിനിമയിലായാലും ഒരുപോലെ തന്നെയാണ് ആ ഇൻറ്റേർണൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ഇൻറ്റേർണൽ പ്രോസസ്സ് കയ്യിലുള്ള നടന്മാർ അവരുടെ ആക്ടിങ്ങിൽ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം കാണും. ഞാൻ ഈ 3 നടന്മാരെ ഒരു നടിയെയും പറഞ്ഞപ്പോൾ തന്നെ അശ്വിനിക്ക് അത് കിട്ടി. അല്ല, അവരെ പറ്റി നമ്മൾ വേറെ ഒന്നും പറയേണ്ട കാര്യം, അവരെ പേര് പറയുമ്പോൾ തന്നെ നമുക്കത് കിട്ടും. ബിക്കോസ് ഇൻറ്റേർണലി ദേ ആർ വർക്കിംഗ് ഇൻറ്റേർണലി. അത് അവർ സ്റ്റേജിലായാലും ഇൻറ്റേർണലി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ
ഞാൻ സിനിമയിൽ അഭിനയിക്കില്ല എന്നൊക്കെ ഞാൻ പറയാൻ കാരണം എനിക്ക് അവിടെ ഫോറിനിൽ പോകാനും നല്ല കാശ് കിട്ടിയോണ്ടാണ്. ഐ ഡിഡ് എൻജോയ് വർക്കിംഗ് വിത്ത് മോഹൻലാൽ. ഇറ്റ് വാസ് ഞാൻ ആക്ച്വലി ഞാൻ ആക്ട് ചെയ്യുന്നേക്കാൾ ഇദ്ദേഹം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, അദ്ദേഹത്തെ പഠിക്കുകയൊക്കെയാണ് ഞാൻ അതിൽ കൂടുതലും ചെയ്തിരുന്നത്. ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു, പഠിക്കുകയും ചെയ്തിരുന്നു. അത് ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന എല്ലാ കുട്ടികളോടും അദ്ദേഹം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ വീട്ടിൽ കുത്തിരിക്കേണ്ട, ഇഫ് യു ആർ ടാലൻറ്റഡ് ദർ ഇസ് എ സ്പേസ് ഫോർ യു എന്ന് പൊളിറ്റിക്കലി പറയുന്ന, എനിക്ക് അതിൻ്റെ പൊളിറ്റിക്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.